വെബ്സൈറ്റ് ഡിസൈൻ മാസ്റ്റർ കോഴ്സിലേക്ക് വീണ്ടും എല്ലാവരും വെൽക്കം ചെയ്യുന്നു. സോ നമ്മൾ വേർഡ്പ്രസ്സിൽ ആണ് ഈ വെബ്സൈറ്റ് ബിൽഡ് ചെയ്യുന്നത്. സോ ഒരു നോളജ്, അതായത് കോഡിംഗ് സ്കിൽസ്, കോഡിംഗ് നോളജ് ഒന്നും ഇല്ലാത്ത ഒരാൾക്ക് നമുക്ക് ഈ ഒരു വേർഡ്പ്രസ് പ്ലാറ്റ്ഫോം യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് നമ്മുടെ ബിസിനസ്സിലേക്കും നമുക്കിനി പേഴ്സണൽ ബ്രാൻഡിന് വേണ്ടിയിട്ടും ഒക്കെ നമുക്ക് എന്താണ് വെബ്സൈറ്റുകൾ ബിൽഡ് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് ഈ ഒരു വെബ്സൈറ്റ് കൊണ്ട്, ഈ ഒരു പ്ലാറ്റ്ഫോം യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. മറ്റ് പ്ലാറ്റ്ഫോമുകൾ ഇനിയുണ്ട്. വിക്സിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ മറ്റ് ധാരാളം പ്ലാറ്റ്ഫോംസുകൾ ഇനിയും ഇതൊക്കെ CMS പ്ലാറ്റ്ഫോമാണ്, അതായത് കണ്ടന്റ് മാനേജ്മെൻറ്റ് സിസ്റ്റം പ്ലാറ്റ്ഫോംസ് ആണ് ഇതൊക്കെ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് വെബ്സൈറ്റുകൾ നമുക്ക് നല്ല രീതിയിൽ ബിൽഡ് ചെയ്തെടുക്കാനും പറ്റും. ഒരു കോഡിംഗ് സ്കില്ല് അല്ലെങ്കിൽ ഡെവലപ്പർ അല്ലാത്തൊരു വ്യക്തിക്ക് നമുക്ക് എന്താണ് ഇതുപോലെ നമുക്ക് വെബ്സൈറ്റുകൾ ബിൽഡ് ചെയ്ത് എടുക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത്. സോ നമുക്കിനി വെബ്സൈറ്റ് ബിൽഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഒരു ഡൊമൈൻ പർച്ചേസ് ചെയ്തു. അതിനുശേഷം നമ്മൾ ഹോസ്റ്റിങ്ങുമായിട്ട് കണക്ട് ചെയ്തു. ഡൊമൈൻ നമുക്ക് ഗോഡാഡി, നെയിം ചീപ്പ് അങ്ങനെയുള്ള ധാരാളം പ്ലാറ്റ്ഫോംസിൽ നമുക്ക് ഡൊമൈൻ ബൈ ചെയ്യാം. ഡൊമൈൻ ബൈ ചെയ്ത് കഴിഞ്ഞ ശേഷം നമ്മൾ ഹോസ്റ്റിങ്ങിലേക്ക് അത് കണക്ട് ചെയ്ത് പോയിന്റ് ചെയ്ത് കൊടുക്കണം. പോയിന്റ് ചെയ്ത് കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് വേർഡ്പ്രസ് ആ ഒരു പ്ലാറ്റ്ഫോം നമുക്ക് ഇൻസ്റ്റാൾ ചെയ്തിട്ട് അതിനകത്ത് നമുക്ക് എന്താണ് ഈ ഒരു വെബ്സൈറ്റ് ബിൽഡ് ചെയ്തെടുക്കാൻ സാധിക്കും. സോ ഇങ്ങനെ വേർഡ്പ്രസ്സിൽ ചെയ്യുമ്പോൾ നമുക്ക് ധാരാളം പ്ലഗിൻസ് നമുക്ക് കിട്ടും. അതായത് നമ്മൾ ഇതിനകത്ത് ഒരുപാട് പ്ലഗിൻസിനെ പറ്റി പഠിക്കുന്നുണ്ട്. സോ ഇതുപോലെ ധാരാളം പ്ലഗിൻസ് കിട്ടുന്നുള്ളതുകൊണ്ട് നമുക്ക് SEO ചെയ്യാനും അതിൻ്റെ റിസൾട്ട് നമുക്ക്, അതായത് വെബ്സൈറ്റ് ബിൽഡ് ചെയ്താൽ മാത്രം പോരാ, അതിനെ നമുക്ക് റിസൾട്ടിലേക്ക് എത്തിക്കണം. അതായത് ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോൾ അതിൻ്റെ റിസൾട്ട് ടോപ്പിൽ വന്നാൽ മാത്രമേ ഉള്ളൂ ആളുകൾ അത് വിസിറ്റ് ചെയ്ത് നിങ്ങളുടെ ബിസിനസ്സിലേക്ക് ലീഡ്സ്, എൻക്വയറീസ് ഒക്കെ വരത്തുള്ളൂ. സോ അത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. സോ നമുക്ക് വെബ്സൈറ്റ് ബിൽഡ് ചെയ്താൽ മാത്രം പോരാ, അത് റിസൾട്ടിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെയും വർക്ക് ചെയ്യേണ്ടതുണ്ട്. സോ ഈ വേർഡ്പ്രസ്സിലാകുമ്പോൾ നമുക്ക് അത് നല്ല രീതിയിൽ നമുക്കത് ചെയ്തെടുക്കാൻ സാധിക്കും എന്നുള്ളതാണ് അതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത്. സോ എങ്ങനെയാണ് ഇതിൽ നമുക്ക് ചെയ്തെന്ന് നോക്കാം. അതായത് വേർഡ്പ്രസ്സിൽ എങ്ങനെയാണ് നമുക്കൊരു വെബ്സൈറ്റ് ബിൽഡ് ചെയ്തെടുക്കുന്നത്. അതായത് നമുക്കൊരു വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം അതിന് ഹോം പേജ് ഉണ്ട്, ബ്ലോഗ് കാണും, എബൌട്ട് അസ് പേജ് കാണും, കോൺടാക്ട് അസ് പേജ് കാണും, അങ്ങനെ ഡിഫറെൻറ്റ് പേജസ് കാണും. ഈ പേജസ് ഒക്കെ ഒന്ന് ബിൽഡ് ചെയ്തെടുക്കുമ്പോഴാണ് നമ്മൾ വെബ്സൈറ്റ് ബിൽഡ് ചെയ്ത് ആകുന്നത്, അല്ലേ? സോ അതൊക്കെ എങ്ങനെയാണ് നമുക്ക് ചെയ്തതെന്ന് നോക്കാം. സോ നമ്മൾ സ്ക്രാച്ചിൽ നിന്നൊരു വെബ്സൈറ്റ് ബിൽഡ് ചെയ്യുകയാണെങ്കിൽ അതിന് നമുക്ക് ഓരോ പേജ് ആഡ് ചെയ്ത് വേണം ചെയ്യാനായിട്ട്. അതല്ലാതെ നമുക്ക് ടെംപ്ലേറ്റ്സുകൾ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് വെബ്സൈറ്റുകൾ ബിൽഡ് ചെയ്തെടുക്കാനും പറ്റും. സോ എങ്ങനെയാണ്, അപ്പോൾ ഞാനിവിടെ ഓൾറെഡി ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു വെബ്സൈറ്റാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അതായത് ഇതിനകത്ത് ധാരാളം പേജസ് ഉണ്ട്. സോ ഈ പേജസ് ഒരു ടെംപ്ലേറ്റിൻ്റെതായിരുന്നു, അത് ഇങ്ങോട്ട് ആഡ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അതായത് ഓട്ടോമാറ്റിക് ടെംപ്ലേറ്റ് എടുക്കുമ്പോൾ തന്നെ അതിൻ്റെ ഡീഫോൾട്ട് കണ്ടന്റ് ആയിരിക്കും ഇതിനകത്ത് വരുന്നത്. സോ നമുക്ക് വേണ്ട കണ്ടന്റ്സ് ഇതിനകത്ത് എഡിറ്റ് ചെയ്ത് നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് കയറ്റി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ വെബ്സൈറ്റായിട്ട് അത് യൂസ് ചെയ്യാൻ, എങ്കിലും നന്നായിട്ട് തന്നെ അതിനകത്ത് വർക്ക് ചെയ്യേണ്ടത് ആവശ്യമാണ്. സോ എങ്ങനെയാണ് ഈ ഒരു പേജുകൾ ബിൽഡ് ചെയ്ത് നമുക്കത് എടുക്കുന്നത് നോക്കാം. സോ ഇവിടെ ധാരാളം പേജസ് ഉണ്ട്. സോ നമ്മളപ്പോൾ അതിലേക്ക് പോകുന്നില്ല, നമ്മൾ പുതിയൊരു പേജ് നമുക്ക് ബിൽഡ് ചെയ്തെടുക്കാം. നമുക്ക് അങ്ങനെ ബിൽഡ് ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്കൊരു പേജ്, അതായത് ഇവിടെ ഇപ്പോൾ ഹോം പേജ് എന്ന് പറയുന്ന ഒരു ഇതുണ്ട്, അത് ബിൽഡ് ചെയ്തിരിക്കുന്നത് കാണുന്നുണ്ടെങ്കിൽ വ്യൂവിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ അത് ആ ഒരു പേജ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. സോ ഇതൊരു ഹോം പേജാണ്. ടോപ്പ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇവിടുന്ന് ഹോം, ഓൾ കോഴ്സ്, എബൌട്ട്, കോണ്ടാക്റ്റ്, പിന്നെ ഒരു ബട്ടൺ, ഇത്രയും നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. സോ ഇത് എങ്ങനെയാണ് ബിൽഡ് ചെയ്യുന്നതെന്നാണ് നമുക്ക് നോക്കാൻ പോകുന്നത്. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതാണ് വേർഡ്പ്രസ്സിൻ്റെ ഒരു ഡാഷ്ബോർഡ് വരുന്നത്. ആദ്യം ഞാൻ ഡാഷ്ബോർഡിനെ പറ്റി പറയാം. അപ്പോൾ അതിനുശേഷം നമുക്കൊരു പേജ് ബിൽഡ് ചെയ്യാം. ആ പേജ് ബിൽഡ് ചെയ്തതിന് ശേഷം അത് നിങ്ങൾക്കൊരു നല്ലൊരു വെബ്സൈറ്റ് ബിൽഡ് ചെയ്തെടുക്കാവുന്നതാണ്. സോ ഇവിടെ ചെന്ന് കഴിയുമ്പോൾ ടോപ്പിൽ നമുക്ക് ധാരാളം ഓപ്ഷൻസ് കാണാം. അതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡിൽ ഒരു കുറേ ഓപ്ഷൻസ് നിങ്ങൾക്ക് ഇവിടെ, ഓരോ ടൂൾസ് നിങ്ങൾക്ക് ഇവിടെ ലെഫ്റ്റ് സൈഡിൽ കാണാൻ പറ്റും. സോ ഇവിടെ നിന്ന് നോക്കിക്കഴിയുമ്പോൾ ഞാനിവിടെ ഓൾറെഡി കുറേ ടൂൾസുകൾ ഇവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ ഈ ടൂൾസുകളൊക്കെ യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ വെബ്സൈറ്റിൻ്റെ പല കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ സോഷ്യൽ മീഡിയ, SEO, പിന്നെ അങ്ങനെയുള്ള പല ടൂൾസുമായിട്ട് നമ്മൾ ഈ ഒരു വെബ്സൈറ്റ് കണക്ട് ചെയ്യുന്നത്, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ചെയ്ത് വെച്ചിട്ടുള്ളത് കൊണ്ടാണ് ഓൾറെഡി ഒരുപാട് ടൂൾസുകൾ നിങ്ങൾക്ക് ലെഫ്റ്റ് സൈഡിൽ കാണുന്നത്. പക്ഷേ നിങ്ങൾ പുതിയതായിട്ടൊരു വേർഡ്പ്രസ് ഇൻസ്റ്റാൾ ചെയ്ത് കഴിയുമ്പോൾ ഇത്ര ടൂൾസ് ഇവിടെ കാണില്ല. നമ്മളിവിടെ ഓരോ പർപ്പസ് അനുസരിച്ചായിരിക്കും ഇവിടെ ഓരോ ടൂൾസുകൾ ഇൻസ്റ്റാൾ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഓരോ പ്ലഗിൻസ് നമ്മളിവിടെ ഇൻസ്റ്റാൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ കോഴ്സിലൂടെ ഒരുപാട് പ്ലഗിൻസുകളും പഠിച്ചു പോകുന്നുണ്ട്. അത് എപ്പോഴേക്കാണ് എവിടേക്കാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ പഠിക്കുന്നുണ്ട്. സോ
നമുക്കതിന് വേണ്ടിയിട്ട് നമുക്കാദ്യം ഇതിൽ ലെഫ്റ്റ് സൈഡിൽ വരിക. നമ്മൾ വെബ് പ്രസ്സിൽ ലോഗിൻ ചെയ്യാനായിട്ട് നമ്മളിപ്പം ചെയ്തിരിക്കുന്ന കണക്ട് ചെയ്ത്, അതായത് ഡൊമൈനും ഹോസ്റ്റിംഗ് കണക്ട് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന ഒരു വെബ് പ്രസ്സിലേക്ക് നമുക്ക് ലോഗിൻ ചെയ്യാനായിട്ടാണെങ്കിൽ നമ്മൾ ഈ ഒരു ലിങ്ക് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. അതായത് നിങ്ങൾ വെബ്സൈറ്റിൻ്റെ പേര് ആദ്യം കൊടുക്കുന്നു. വെബ്സൈറ്റിൻ്റെ പേര് കൊടുത്തതിന് ശേഷം learnwith.info/wp-admin ഇതാണ് ഒരു വെബ് പ്രസ്സിൻ്റെ ഡാഷ്ബോർഡിലേക്ക് ലോഗിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ ഞാനിത് കോപ്പി ചെയ്യുന്നു. ഞാനൊരു വേറെ ടാബിൽ ഞാനിത് ഓപ്പൺ ചെയ്ത് കാണിക്കാം. ഓക്കെ, അതായത് learnwith.info/wp ലോഗിൻ അല്ലെങ്കിൽ അഡ്മിൻ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ബാക്കിയുള്ള ഇത് വേണ്ട, അത് ഓട്ടോമാറ്റിക് വന്നതാണ്. ആ URL ബാക്കി കംപ്ലീറ്റ് ആയിട്ട് വന്നതാണ്. അപ്പോൾ ഇവിടം വരെയുള്ളതാണ് നമ്മൾ കൊടുക്കുന്നത്. കൊടുത്തു കഴിയുമ്പോൾ നമ്മളുടെ യൂസർ നെയിമും പാസ്വേഡും, അതായത് ഒരു വെബ് പ്രസ് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ നമ്മളൊരു യൂസർ നെയിമും പാസ്വേഡും കൊടുക്കുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ നമ്മുടെ മെയിൽ ID ആയിരിക്കും യൂസർ നെയിം അല്ലെങ്കിൽ മെയിൽ ID ആയിട്ട് കൊടുക്കേണ്ടത്. യൂസർ നെയിം എന്ന് പറയുമ്പോൾ വെബ്സൈറ്റിൻ്റെ പേര് വരും. പക്ഷേ നമ്മൾ അത് കൺഫ്യൂഷൻ ആണെങ്കിൽ മെയിൽ ID കൊടുത്താൽ മതി. അതിനുശേഷം ഒരു പാസ്വേഡ് നമ്മളോട് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആ പാസ്വേഡ് ആയിരിക്കും നമുക്ക് ഇങ്ങോട്ട് വരുന്നത്. ഈ പാസ്വേഡ് നമുക്ക് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ നമുക്ക് വെബ് പ്രസ്സിലുണ്ട്. അതായത് നിങ്ങൾ പാസ്വേഡ് ഇൻ കേസ് മറന്നു പോകുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് വീണ്ടും സെറ്റപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ നമ്മുടെ വെബ് പ്രസ്സിൻ്റെ ഡാഷ്ബോർഡിലുണ്ട്. സോ ഇത് നിങ്ങൾക്ക് രണ്ട് രീതിയിൽ ലോഗിൻ ചെയ്യാം. നിങ്ങൾക്ക് ആ ഒരു ഹോസ്റ്റിംഗ് ത്രൂ നിങ്ങൾക്ക് വെബ് പ്രസ്സിലേക്ക് ലോഗിൻ ചെയ്യാം. അതുപോലെ തന്നെ ഇതുപോലെ യൂസർ നെയിമും പാസ്വേഡും കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാൻ പറ്റും. സോ ഇങ്ങനെയാണ് നമ്മൾ വെബ് പ്രസ്സിലേക്ക് ലോഗിൻ ചെയ്യുന്നത്. സോ ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ ഇതുപോലൊരു ഡാഷ്ബോർഡിലേക്കായിരിക്കും വരുന്നത്. സോ ഇവിടെ ഞാൻ പറഞ്ഞു ഓൾറെഡി ഇത് യൂസ് ചെയ്യുന്നുള്ളത് കൊണ്ട് തന്നെ ധാരാളം പ്ലഗിൻസ് ഇവിടെ ഓൾറെഡി ഇൻസ്റ്റാൾഡ് ആണ്. അതുപോലെ ടോപ്പിലും ധാരാളം പ്ലഗിൻസ് നമുക്കിവിടെ കാണാൻ പറ്റും. സോ ഇനി എങ്ങനെയാണ് ഒരു വെബ്സൈറ്റുകളിൽ നമുക്കിത് ബിൽഡ് ചെയ്ത്, അതായത് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ഇതൊക്കെ ഓൾ കോഴ്സ് ഇതെല്ലാം ചെയ്യുന്നതാണ്. ഇപ്പോൾ ഹോം പേജിലാണ് നിൽക്കുന്നത്. സോ നിങ്ങൾക്ക് ലിങ്ക് നോക്കുന്നത് കാണുമ്പോൾ അറിയാം ആ ഒരു ലിങ്കാണ് തന്നെ, അതായത് വെബ്സൈറ്റിൻ്റെ എക്സാക്റ്റ് ആ ഒരു ഡൊമൈൻ്റെ ലിങ്കാണ് തന്നെ. അതായത് ഇത് ഹോം പേജിൻ്റെ ലിങ്കാണ്. ഇനി ഓൾ കോഴ്സ് ക്ലിക്ക് ചെയ്യുന്നത് തന്നെ അത് ചേഞ്ച് ചെയ്യണം. അതുപോലെ തന്നെ കോഴ്സ് ഇവിടെ ഓൾ കോഴ്സസ് വരുന്നുണ്ട്. എബോട്ടിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേന് ഈ ഒരു ലിങ്ക് മാറി എബോട്ട് വരണം. അപ്പോൾ ലിങ്ക് ഒപ്റ്റിമൈസ് ചെയ്യുന്നത് അതൊക്കെ SEOയുടെ പാർട്ടിൽ വരുന്നതാണ്. സോ എങ്ങനെയാണ് ഇത് ചെയ്യുന്നതെന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. സോ ആദ്യം ഞാൻ ഡാഷ്ബോർഡിനെ പറ്റിയായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. സോ ഇവിടെ ടോപ്പിൽ നിങ്ങൾക്ക് ധാരാളം ഓപ്ഷൻസ് കാണാൻ പറ്റും. ഇതിനകത്ത് ഇവിടെ വന്ന് നമ്മുടെ ഒരു വെബ്സൈറ്റിൻ്റെ നെയിമിൽ വന്നു കഴിയുമ്പോൾ തന്നെ ഇവിടെ വിസിറ്റ് സൈറ്റ് എന്ന ഓപ്ഷൻ ഉണ്ട്. അതായത് നിങ്ങൾക്ക് സൈറ്റ് ഇവിടെ കാണാൻ പറ്റും. അതോടൊപ്പം തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ തീം സെലക്ട് ചെയ്യുന്ന കാര്യം. നിങ്ങൾ വെബ് പ്രസ് ഇൻസ്റ്റാൾ ചെയ്യാൻ നേരത്ത് ഏത് തീമാണ് സെലക്ട് ചെയ്യണമെന്ന് നമുക്ക് ചോദിക്കും. ആ തീം നിങ്ങൾക്ക് അസ്ട്ര യൂസ് ചെയ്യാം. അങ്ങനെയുള്ള തീംസുകൾ പലതും നിങ്ങൾക്ക് ഇവിടെ യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അത് ഇൻസ്റ്റാൾ ചെയ്യുമ്പോഴത്തേനും നിങ്ങൾ അവിടെ നിന്നും സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി. അത് വളരെ സിമ്പിളാണ്. അത് ഞാൻ ഇൻസ്റ്റാൾ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അപ്പിയറൻസ് ചെല്ലുവാണെങ്കിൽ നമുക്ക് സെലക്ട് ചെയ്തിരിക്കുന്ന തീം നമുക്ക് ഇവിടെ നിന്ന്, ഞാനിപ്പോൾ ഇവിടുത്തെ ഏതാണ് തീം യൂസ് ചെയ്തിരിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു തരാം. ആക്റ്റീവായിട്ട് നിൽക്കുന്ന അസ്ട്ര എന്ന് പറയുന്ന തീമാണ് ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. സോ ഈ ഒരു തീമായിരിക്കും ഈ ഒരു വെബ്സൈറ്റിൻ്റെ സ്ട്രക്ചറിൽ വരുന്നത്. സോ നമുക്ക് ഇവിടുന്ന് തീം യൂസ് ചെയ്ത് വേണം ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പോൾ തീം അസ്ട്ര യൂസ് ചെയ്യാം. ധാരാളം ഫ്രീ തീംസുകൾ ഇതിനകത്ത് നിന്ന് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. നിങ്ങളുടെ ആ ഒരു ഇഷ്ടമനുസരിച്ച് അവിടെ നിന്ന് ചൂസ് ചെയ്ത് വെബ് പ്രസ് കംപ്ലീറ്റ് ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. സോ അതിനുശേഷമായിരിക്കും നമ്മളിനി വെബ്സൈറ്റുകൾ ബിൽഡ് ചെയ്ത് എടുക്കുന്നത്. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇപ്പോൾ പറഞ്ഞ പോലെ എല്ലാം കഴിഞ്ഞ് നമ്മൾ അതിലേക്ക് അഡ്മിൻ യൂസ് ചെയ്തുകൊണ്ട് ആ ഒരു ലോഗിൻ ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ ലെഫ്റ്റ് സൈഡിൽ ഒരുപാട് പ്ലഗിൻസ് നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. സോ നമ്മൾ ഓൾറെഡി യൂസ് ചെയ്തുള്ളത് കൊണ്ട് ധാരാളം പ്ലഗിൻസ് ഇവിടെ ഉണ്ട്. നിങ്ങൾക്ക് ഇത്രയും പ്ലഗിൻസ് അവൈലബിൾ അല്ലായിരിക്കും. അപ്പോൾ നമുക്ക് വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യാനായിട്ട് ഇതിൽ ക്ലിക്ക് ചെയ്യാം. പിന്നെ അപ്ഡേഷൻസ് കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ഇവിടുന്ന്, അതായത് ഏതെങ്കിലും പ്ലഗിൻ അപ്ഡേറ്റ് ചെയ്യാനുണ്ടെങ്കിൽ അത് ഇവിടെ കാണിച്ചു തരും. അങ്ങനെ റാങ്ക് മാത്ത് ഇതൊരു SEO ടൂളാണ്. അത് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. WP ഫോം ഇതെല്ലാം പ്ലഗിൻസ് ആണ്. അതുപോലെ ലെഫ്റ്റ് സൈഡിലും നിങ്ങൾക്ക് ടൂൾസുകൾ കാണിച്ചു തരും. ഇത് നോക്കി കഴിയുമ്പോൾ തന്നെ പ്ലഗിൻസുകളുണ്ട്, ഓൾറെഡി യൂസ് ചെയ്യുന്ന പ്ലഗിൻസുകളാണ്. ഇനി എങ്ങനെയാണ് ഒരു വെബ്സൈറ്റിൽ ഒരു പേജ് ബിൽഡ് ചെയ്തെടുക്കുന്നത്, അതായത് വെബ്സൈറ്റ് ബിൽഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് എന്തൊക്കെ ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, പേജിൽ നമുക്ക് വരും. പേജിൽ വന്നു കഴിയുമ്പോൾ ഞാൻ പേജസിൽ ക്ലിക്ക് ചെയ്യുന്നു. പേജസിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞു ഈ ഒരു വെബ്സൈറ്റിലുള്ള പേജസ് ആണ് ഇത്രയും എന്ന് പറയുന്നത്, അല്ലേ. 4 പേജസ് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റും.
ഒരു ബട്ടൺ കാണാൻ പറ്റും. ഇതൊരു പേജിൻ്റെ സ്ട്രക്ചറാണ് ഈ കാണുന്നത്. സോ ഇതെങ്ങനെയാണ് ബിൽഡ് ചെയ്തെടുത്തിരിക്കുന്നത്, അത് ഹോമാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഹോമിൽ ആണ് ഈ ഒരു പേജാണ് ഈ കാണുന്നത്. അങ്ങനെ ഓരോ പേജും സെപ്പറേറ്റ് ഇവിടെ തന്നേക്കുവാണ്. ഓക്കെ, ഇനി നമുക്ക് എങ്ങനെയാണ് ഇത് ബിൽഡ് ചെയ്തതെന്ന് നോക്കാം. സോ നമുക്കിപ്പോൾ ഇവിടെ ഓൾറെഡി പേജസ് ഉള്ളതുകൊണ്ട് നമ്മളതിപ്പോൾ കസ്റ്റമൈസ് ചെയ്യാൻ പോകുന്നില്ല. നമുക്കൊരു പുതിയതായിട്ടൊരു പേജ് ആഡ് ന്യൂ കൊടുത്തതിന് ശേഷം നമുക്ക് ഇവിടുന്ന് സെറ്റപ്പ് ചെയ്ത് കൊടുക്കാം. സോ ആഡ് ന്യൂ പേജിൽ അപ്പം നമുക്ക് പുതിയ പേജസ് ഏതാണ് വേണ്ടതെന്ന് വെച്ച് നമുക്ക് ഇവിടുന്ന് ആഡ് ന്യൂ പേജ് കൊടുക്കാം. ആഡ് ന്യൂ പേജ് ക്ലിക്ക് ചെയ്യാം. ആഡ് ന്യൂ പേജ് ക്ലിക്ക് ചെയ്യുമ്പോൾ അത് നേരെ പോകുന്നത് പുതിയ പേജ് ഇൻസ്റ്റാൾ ചെയ്യാനുള്ള സെറ്റപ്പ് ചെയ്യാനായിട്ടുള്ള ആ ഒരു ഇൻ്റർഫേസിലേക്കായിരിക്കും പോകുന്നത്. സോ ഇവിടെയാണ് നമ്മൾ പേജിൻ്റെ പേര് കൊടുത്ത് എന്ത് പേജാണെന്ന് കൊടുത്തതിന് ശേഷം നമ്മളിവിടുന്ന് സെറ്റപ്പ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ ഞാനിവിടുന്ന് പുതിയ പേജ് നെയിം കൊടുക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ ഒന്ന് ജസ്റ്റ് ബാക്കിലോട്ട് വന്നിട്ട് ഈ ഒരു ഹോം പേജ് എനിക്ക് ഇവിടെ ഓൾറെഡി ഉണ്ട്. ഞാൻ വേറൊരു ഹോം പേജും കൂടെ എക്സ്ട്രാ ഒരു ക്രിയേറ്റ് ചെയ്യുകയാണ്. അതായത് ഒരു വെബ്സൈറ്റിൻ്റെ മെയിൻ പേജ് ഹോം പേജ് ഞാനൊന്ന് ക്രിയേറ്റ് ചെയ്യുകയാണ്. സോ അതിന് വേണ്ടിയിട്ട് ഞാൻ ആഡ് ന്യൂവിൽ ചെന്നിട്ട് പുതിയ പേജ് കൊടുക്കുന്നത്. സോ അതിനു മുമ്പ് നമ്മൾ എലമെൻറ്റർ എന്ന് പറയുന്ന ഒരു പ്ലഗിൻ യൂസ് ചെയ്തുകൊണ്ടാണ് ചെയ്യുന്നത്. അതായത് സ്ക്രാച്ചിൽ നിന്നാണ്, നമ്മൾ ടെംപ്ലേറ്റ് യൂസ് ചെയ്യുന്നില്ല, സ്ക്രാച്ചിൽ നിന്നാണ് നമ്മൾ ചെയ്യുന്നതുകൊണ്ട് നമ്മൾ ടെംപ്ലേറ്റ് യൂസ് ചെയ്യാതെയാണ് ചെയ്യുന്നത്. സോ ഇത് നമുക്ക് ഈ ഒരു വെബ്സൈറ്റ് ബിൽഡ് ചെയ്യേണ്ടത് നമുക്ക് എലമെൻറ്റർ യൂസ് ചെയ്യാൻ സാധിക്കും. സോ ഇതാണ് പ്ലഗിൻ വരുന്നത്. ഇനി എങ്ങനെയാണ് ഈ പ്ലഗിൻ ഇൻസ്റ്റാൾ ചെയ്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിൽ ഡാഷ്ബോർഡിൽ പ്ലഗിൻസ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. പ്ലഗിൻസിൽ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ നമുക്ക് ആഡ് ന്യൂ പ്ലഗിൻ എന്ന് പറയുന്ന ഒരു ബട്ടൺ കാണാൻ പറ്റും. ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന പ്ലഗിൻസ് എല്ലാം നമുക്കിവിടെ കാണിച്ചു തരും. സോ അതോടൊപ്പം തന്നെ ടോപ്പിൽ ആഡ് ന്യൂ പ്ലഗിൻ കാണാൻ പറ്റും. അപ്പോൾ ആഡ് ന്യൂ പ്ലഗിനെ ക്ലിക്ക് ചെയ്യാം. ആഡ് ന്യൂ പ്ലഗിനെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ നമുക്ക് ധാരാളം പ്ലഗിൻസ് വന്നിട്ടുണ്ട്. അത് ഡിഫോൾട്ട് വന്ന് കിടക്കുന്നതാണ്. ഫീച്ചേർഡ്, പോപ്പുലർ, റെക്കമെൻഡഡ്, ഫേവറേറ്റ് ഇങ്ങനെ പറഞ്ഞ് കുറച്ച് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് കീവേഡ്സ്, ഓതർ, ടാഗ് ഏതിൻ്റെ ബേസിലാണ് നമുക്ക് സെർച്ച് ചെയ്ത് നോക്കേണ്ടത് അതിൻ്റെ ബേസിൽ നമുക്ക് ഇവിടുന്ന് സെർച്ച് ചെയ്യാൻ പറ്റും. ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് എലമെൻറ്റർ ആണ് ഇൻസ്റ്റാൾ ചെയ്യുന്നത്. സോ എലമെൻറ്റർ എന്നുള്ളത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. എലമെൻറ്റർ ടൈപ്പ് ചെയ്ത് കൊടുത്തു. എലമെൻറ്റർ ടൈപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് ധാരാളം പ്ലഗിൻസുകൾ ഇവിടെ കാണാൻ പറ്റും. അതായത് എലമെൻറ്റർ എസെൻഷ്യൽ ആഡ് ഓൺസ്, എലമെൻറ്റർ ബെസ്റ്റ്, എലമെൻറ്റർ ടെംപ്ലേറ്റുകൾ യൂസ് ചെയ്തുകൊണ്ട് ചെയ്യാം, എലമെൻറ്റർ ഹെഡർ ആൻഡ് ഫുഡർ ബിൽഡർ, അൺലിമിറ്റഡ് എലമെൻറ്റ്സ് ഫോർ എലമെൻറ്റർ, പ്രീമിയം ആഡ് ഓൺസ് എലമെൻറ്റർ, അങ്ങനെ ഡിഫറെൻറ്റ് എലമെൻറ്റർ നമുക്ക് ഇവിടുന്ന് കാണാനായിട്ട് സാധിക്കും. സോ ഇവിടെ നമുക്ക് നോക്കിക്കഴിയുമ്പോൾ കാണാൻ പറ്റും 2+ മില്യൺ ആക്റ്റീവ് ഇൻസ്റ്റാൾ ഈ ഒരു എലമെൻറ്റർ വന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഏറ്റവും കൂടുതൽ ഇൻസ്റ്റാൾ വന്നിരിക്കുന്നത് ഏതാണ്? ഈ 5+ മില്യൺ എലമെൻറ്ററാണ്. സോ ഇത് വേണം നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട്. സോ ഇതിനകത്തൊക്കെ നമുക്ക് ധാരാളം ടെംപ്ലേറ്റ് ഉണ്ട്. പക്ഷെ നമ്മൾ ടെംപ്ലേറ്റ് എടുത്തെന്ന് പറഞ്ഞാൽ നമ്മൾ നല്ല രീതിയിൽ കസ്റ്റമൈസ് ചെയ്താൽ മാത്രമേ ഉള്ളൂ നമുക്കത് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അതായത് ഒരു ടെംപ്ലേറ്റ് എടുത്തു അത് നിങ്ങൾ കസ്റ്റമൈസ് ചെയ്യുമ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചേഞ്ച്, അതായത് റെസ്പോൺസീവ് നോക്കി വേണം ചെയ്യാനായിട്ട്. ഡെസ്ക്ടോപ്പിലും ടാബിലും മൊബൈലിലും എങ്ങനെയാണ് ആ ഒരു യൂസർ ഇൻ്റർഫേസ് നന്നായിട്ടാണോ, അവർക്കത് യൂസർ ഫ്രണ്ട്ലി ആണോ, അപ്പോൾ അത് നോക്കി വേണം ചെയ്യാനായിട്ട്. സോ നിങ്ങളൊരു ടെംപ്ലേറ്റ് എടുത്തെന്ന് പറഞ്ഞാലും അത് നന്നായിട്ട് കസ്റ്റമൈസ് ചെയ്യേണ്ടി വരുന്നുണ്ട്. സോ ഇത് വേണം എലമെൻറ്റർ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യാം. ഇൻസ്റ്റാൾ ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ ഇപ്പോൾ അപ്ഡേഷൻ വന്നിട്ടുണ്ട്. അപ്ഡേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കാം. സോ ഇതെല്ലാം കഴിഞ്ഞ് ഇത് ആക്റ്റീവ് ആക്കേണ്ട ഒരു ബട്ടൺ വരും. ആക്ടിവേറ്റ് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു എലമെൻറ്റർ ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കാവുന്നതാണ്. സോ ഇനി ലെഫ്റ്റ് സൈഡിലേക്ക് ചെന്ന് കഴിയുമ്പോൾ ഇവിടെ നമുക്ക് എലമെൻറ്റർ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. സോ ഇതാണ് എലമെൻറ്റർ. എലമെൻറ്ററിന് ധാരാളം ഓപ്ഷൻസ് ഉണ്ട്, ഒരുപാട് ടൂൾസുകളുണ്ട്. ഇതൊക്കെ നമുക്ക് സെറ്റപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇത് നമുക്ക് അപ്ഗ്രേഡ് ചെയ്ത വെർഷനിൽ യൂസ് ചെയ്യാൻ പറ്റും. അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ ഒരുപാട് ഫീച്ചേഴ്സ് നമുക്ക് കിട്ടും. എന്നാൽ നമ്മളിത് ഫ്രീയിൽ നിന്നുകൊണ്ട് എങ്ങനെയാണ്, അതായത് നിങ്ങളുടെ ഒരു ക്ലയൻറ്റ് ആവശ്യപ്പെടുവാണ് അല്ലെങ്കിൽ ഒരു ബിസിനസ് ആവശ്യപ്പെടുവാണ് ഒരു വെബ്സൈറ്റ് ബിൽഡ് ചെയ്ത് തരാമോ, അപ്പോൾ നമുക്കിത് യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് വെബ്സൈറ്റ് ബിൽഡ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അപ്പം അവർ പറയുന്ന ഓരോ പർപ്പസ് കാണും അല്ലേ, അതായത് അവർ പറയും ഇങ്ങനെ പോലെ ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് അതിൻ്റെ സ്ട്രക്ചർ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് നന്നായിട്ട് അറിഞ്ഞിരുന്നാൽ മാത്രമേ നമുക്കത് ബിൽഡ് ചെയ്തെടുക്കാനേ സാധിക്കത്തുള്ളൂ. സോ അത് നമുക്ക് ചെയ്യാം.
സോ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പം എലമെൻറ്റർ ഇൻസ്റ്റാൾ ചെയ്തു. ഇനി വീണ്ടും പേജിൽ വരിക, പേജസ് ക്ലിക്ക് ചെയ്യുക. പേജസ് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞു നമുക്ക് ഓൾറെഡി ഒരു ഹോം പേജ് ഉണ്ട്. നമ്മൾ ഒരു പേജ് കൊണ്ട് എക്സ്ട്രാ നമ്മൾ ചെയ്യാൻ പോവാണ് നമ്മൾ പഠിക്കുന്നതിന് വേണ്ടിയിട്ട്. സോ ആഡ് ന്യൂ പേജ് കൊടുക്കുക. ആഡ് ന്യൂ പേജ് കൊടുത്തതിന് ശേഷം ഇവിടെ പേജിൻ്റെ നെയിം ഞാൻ ജസ്റ്റ് കൊടുക്കുന്നു, ഹോം എന്ന് കൊടുത്തു. ഹോം എന്ന് കൊടുത്തതിന് ശേഷം നമുക്ക് ഇവിടുന്ന് വേണമെങ്കിൽ ഡയറക്റ്റ് പബ്ലിഷ് ചെയ്യാം. പബ്ലിഷ് ചെയ്യുമ്പോൾ ഈ ഒരു പേജ് എംപ്റ്റി ആയിരിക്കും, അതായത് ഈ പേജിനകത്തൊന്നും തന്നെ കാണില്ല, കാരണം നമ്മളത് ബിൽഡ് ചെയ്തിട്ടില്ല. ഇനി അതല്ല നമുക്ക് സേവ് ഡ്രാഫ്റ്റിൽ വേണമെങ്കിൽ നമുക്ക് ഡ്രാഫ്റ്റ് ക്ലിക്ക് കഴിഞ്ഞാൽ അത് ഡ്രാഫ്റ്റിൽ കിടന്നുള്ളൂ, അത് പബ്ലിഷ് ആകത്തില്ല. ജസ്റ്റ് ഡ്രാഫ്റ്റിൽ അത് ക്രിയേറ്റ് ആകത്തേ ഉള്ളൂ. ഓക്കെ, പബ്ലിഷ് ആണെന്നുണ്ടെങ്കിൽ നമ്മളിതിനെ പബ്ലിഷ് ചെയ്ത് കൊടുക്കണം. സോ നിങ്ങൾ റൈറ്റ് സൈഡിൽ നോക്കി കഴിയുമ്പോഴത്തേന് വിസിബിലിറ്റി പബ്ലിക് എന്ന് പറഞ്ഞ് കാണാൻ പറ്റും. അതുപോലെ തന്നെ പബ്ലിഷ് ഇമ്മീഡിയറ്റ്ലി ആണ് പറഞ്ഞത്, നമ്മളൊന്ന് പബ്ലിഷ് ചെയ്തിട്ടില്ല. അതുപോലെ ധാരാളം ഓപ്ഷൻസ് നമുക്ക് ഇവിടുന്ന് ഫീച്ചർഡ് ഇമേജ്, ഡിസ്കഷൻ, പേജ് ആട്രിബ്യൂട്ട്സ്, ഇങ്ങനെയുള്ള ഓപ്ഷൻസ് കാണാൻ പറ്റും. ബ്ലോക്ക് എന്ന് പറഞ്ഞ മറ്റൊരു ഓപ്ഷൻ ഉണ്ട്. സോ നമ്മളിപ്പോൾ ഇത് ഇവിടെ മറ്റ് സെറ്റിങ്സ് ഇപ്പോൾ ഒന്നും തന്നെ ചെയ്യുന്നില്ല. ടോപ്പിലെ റാങ്ക് മാത്തിൻ്റെ SEOയുടെ പ്ലഗിൻസ് കാണാം. സോ ഇവിടെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന എലമെൻറ്റ് നമുക്ക് ടോപ്പിൽ നിന്ന് കാണിച്ചു തരും. അതിൽ നമുക്ക് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഞാനിവിടുന്ന് എഡിറ്റ് വിത്ത് എലമെൻറ്റർ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇപ്പം പറഞ്ഞ ഹോം പേജ് നേരെ എഡിറ്റ് വിത്ത് എലമെൻറ്റർ എന്ന് പറയുന്ന, അതായത് വെബ്സൈറ്റ് ബിൽഡ് ചെയ്യാനുള്ള ആ ഒരു പ്ലാറ്റ്ഫോമിലായിരിക്കും പോകുന്നത്. ഓക്കെ, ഇവിടെയാണ് നമ്മൾ വെബ്സൈറ്റ് ബിൽഡ് ചെയ്ത് എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടുന്ന് ടോപ്പിൽ ഓൾറെഡി കുറച്ച് മെനൂസ് നമ്മുടെ കസ്റ്റമൈസ് ചെയ്ത മെനൂസ് ഇതൊക്കെ നമുക്കിവിടുന്ന്, അതായത് നമ്മുടെ വെബ്സൈറ്റ് ഓൾറെഡി മെനൂസ് ഉണ്ടെങ്കിൽ നമുക്കിത് ഇവിടെ ഉള്ളത് കൊണ്ടാണ് ഇത് കാണിച്ചു തരുന്നത്. ഇനി ഇതെങ്ങനെയാണ് കസ്റ്റമൈസ് ചെയ്യുന്നത് നമുക്ക് കാണിച്ചു തരാം. സോ ഇതിൻ്റെ അകത്ത്, അതായത് ഒരു വെബ്സൈറ്റിൻ്റെ അകത്തെ കണ്ടൻസുകൾ, അതായത് ഈ ഒരു കാര്യങ്ങളൊക്കെ നമ്മൾ എഡിറ്റ് ചെയ്യുന്നത്, അതായത് ഈ ബിറ്റ്വീൻ, അതായത് ഇതിന് നമ്മൾ ഹെഡർ സെക്ഷൻ എന്ന് പറയുന്നു. ലാസ്റ്റ് ഇതിന് വരുമ്പോൾ ഇതിന് നമ്മൾ ഫുഡർ സെക്ഷൻ എന്ന് പറയുന്നത്, അതായത് ഹെഡറിനും ഫുഡറിനും ഇടയ്ക്കുള്ള കണ്ടൻസുകളാണ് നമ്മുടെ വെബ്സൈറ്റിൻ്റെ കണ്ടൻസ് എന്ന് പറയുന്നത്. സോ ഇത്തരം കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നത് ഈ എലമെൻറ്ററിൽ ഇവിടെ നിന്നുകൊണ്ടായിരിക്കും ചെയ്യുന്നത്. അതേസമയം നമുക്ക് ഹെഡർ ഫുഡറൊക്കെ നമുക്ക് എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് പോസ്റ്റ് ചെയ്യുന്നത് എലമെൻറ്ററിൽ നിന്നുകൊണ്ടല്ല, അതൊക്കെ നമ്മൾ കസ്റ്റമൈസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ അതെങ്ങനെയാണ് ഇനി നമുക്ക് ഓരോന്ന് 1 by 1 ആയിട്ട് നമുക്കൊരു പേജ് ബിൽഡ് ചെയ്തെടുക്കുന്നത് നമുക്ക് നോക്കാം. സോ ഇനി നമുക്ക് എങ്ങനെ അതൊക്കെ ചെയ്യാം. ഇനി ധാരാളം പ്ലഗിൻസ് നമ്മൾ ഇതിനകത്ത് പഠിച്ചു പോകുന്നുണ്ട്. ആ പ്ലഗിൻസ് ഒക്കെ യൂസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. സോ നമുക്കിനി അടുത്ത വീഡിയോയിൽ ഇതിൻ്റെ കംപ്ലീറ്റ് വെബ്സൈറ്റ് ബിൽഡ് ചെയ്യുന്നതിന് കംപ്ലീറ്റ് നമുക്ക് നോക്കാം. ഓക്കെ, നമുക്കിനി ഈ വീഡിയോയിൽ വെബ്സൈറ്റ് ഡിസൈൻ ചെയ്യുന്നതിൻ്റെ മാക്സിമം നമുക്ക് ഈ വീഡിയോയിൽ നമുക്ക് നോക്കാം. സോ ഇവിടെ നമുക്ക് എങ്ങനെയാണ് ഈ ഒരു ഇൻ്റർഫേസിൽ നിന്നുകൊണ്ട് വെബ്സൈറ്റ് ഡിസൈൻ ചെയ്യുന്നത്. ഇവിടെ ഓരോ ടൂൾസുകൾ നിങ്ങൾക്ക് ലെഫ്റ്റ് സൈഡിൽ കുറേ കാണാൻ പറ്റും. അതുപോലെ തന്നെ ഇവിടെ ഒരു പ്ലസ് ബട്ടണ്, ഫയല്, പിന്നെ ഒരു സ്റ്റാർട്ടർ ടെംപ്ലേറ്റിൻ്റെ ഒരു ഓപ്ഷന്, ഇത്ര ഓപ്ഷൻസ് നിങ്ങൾക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റും. സോ ഇത് യൂസ് ചെയ്തുകൊണ്ട് എങ്ങനെ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. ഇവിടെ നമുക്ക് ഇതിനെയാണ് നമ്മൾ എലമെൻറ്റർ എന്ന് പറയുന്ന ആ ഒരു ടൂള് എന്ന് പറയുന്നത്. സോ ഇവിടെ നമുക്ക് ഡ്രാഗ് ചെയ്ത്, അതായത് ഇവിടെ നമുക്ക് ജസ്റ്റ് വേണ്ടത് എന്താണോ അത് നമുക്ക് ഇങ്ങനെ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്തുകൊണ്ട് നമുക്ക് കോഡിങ് നോളജോ സ്കില്ലോ ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് അതൊന്നും അതിനെപ്പറ്റി നമുക്കൊന്നും അറിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പിലൂടെ നമുക്ക് വെബ്സൈറ്റ് ബിൽഡ് ചെയ്യാനായിട്ട് പറ്റും. സോ ഇവിടെ നമുക്ക് ഒരു പ്ലസ് ബട്ടൺ കാണാം. അതായത് ഞാനിവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ എനിക്ക് ഇവിടെ നിന്നും ഓരോ സ്ട്രക്ചർ ഇങ്ങോട്ട് ആഡ് ചെയ്യാൻ പറ്റും. അതിനുശേഷം എനിക്ക് എന്താണോ വേണ്ടത് അത് എനിക്ക് ഇവിടെ നിന്ന് ഡ്രാഗ് ചെയ്ത് ഇങ്ങോട്ട് ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് അത് ഇവിടെ വരും. സോ ഇവിടെ നമുക്ക് ഗ്ലോബൽ, SEO ഇങ്ങനെയുള്ള കുറച്ച് ഓപ്ഷൻസ് നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റും. ഈ ഗ്ലോബൽ നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു വേർഷൻ നമ്മൾ അപ്ഗ്രേഡ് ചെയ്താലേ നമുക്ക് അത് കിട്ടത്തുള്ളൂ. സോ ഇപ്പോൾ നമ്മൾ എടുക്കുന്നത് എലമെൻറ്ററിൻ്റെ നോർമൽ വേർഷനാണ്. സോ ഇവിടെ നമുക്ക് ധാരാളം ഓപ്ഷൻസ്, ലേഔട്ട്, ബേസിക്സ് എന്ന് പറഞ്ഞ് കുറച്ച് കാര്യങ്ങൾ. പ്രോ വേർഷനിൽ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. സോ ഇത് നമുക്ക് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കത് അപ്ഗ്രേഡ് ചെയ്താലേ പറ്റും. പിന്നെ ജനറലിൽ നമുക്ക് ധാരാളം ഓപ്ഷൻസ് കാണാൻ പറ്റും. പിന്നെ വരുന്നതാണ് സൈറ്റ്. ഇതെല്ലാം പ്രോ വേർഷന് മാത്രമേ നമുക്കിതൊക്കെ യൂസ് ചെയ്യാൻ സാധിക്കൂ എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ നോക്കാൻ പോകുന്നത്
ഈ ഫ്രീ ആയിട്ടുള്ള കാര്യങ്ങൾ യൂസ് ചെയ്തുകൊണ്ട് എങ്ങനെയാണ് നമുക്ക് വെബ്സൈറ്റ് ബിൽഡ് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. സോ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഡിഫറെൻറ്റ് സ്റ്റൈൽ ഇവിടെ നിന്ന് കാണാൻ പറ്റും, സ്ട്രക്ചർ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റും. അതായത് ടോപ്പിലേക്ക് ഏത് ടൈപ്പിലാണ് നമുക്ക് ആഡ് ചെയ്യേണ്ടതെന്നാണ് നമുക്കിതുകൊണ്ട് മീൻ ചെയ്യുന്നത്. അതായത് ഇവിടുത്തെ ജസ്റ്റ് ഒരു കോളം നമുക്ക് സിംഗിൾ കോളം പോലെ നമുക്ക് ഡയറക്ഷൻ കോളം അല്ലേ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെ എന്താ, ഇവിടെ നമുക്ക് 2 കോളം അല്ലേ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെ നമുക്ക് 2 കോളം തന്നെയാണ്, പക്ഷേ അതിൻ്റെ വിഡ്ത്തിൽ കുറച്ച് ചേഞ്ചസ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെ നമുക്കൊരു 4 കോളംസാണ്, ഇവിടെ നമുക്ക് 3 കോളം വരുന്നുണ്ട്. അത് വേറെ സ്റ്റൈലിലാണ് അലൈൻ ചെയ്തിരിക്കുന്നത് അല്ലേ. ഇവിടെ നമുക്ക് വേറെ ടൈപ്പ് കോളം, ഇങ്ങനെ ഡിഫറെൻറ്റ് സ്ട്രക്ചറുകൾ നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റുന്നുണ്ട്. നമുക്ക് ഇതിൽ ഏതാണോ സ്ട്രക്ചർ വേണ്ടത് നമുക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ടോപ്പിലേക്ക് വരും. ഫോർ എക്സാമ്പിൾ ഞാനിതിൽ ക്ലിക്ക് ചെയ്യുന്നു, ഞാൻ ജസ്റ്റ് സിംഗിൾ കോളത്തിനാണ് ക്ലിക്ക് ചെയ്തത്. അപ്പോൾ അതെനിക്കത് ടോപ്പിലോട്ട് വന്നു. ടോപ്പിലോട്ട് വന്നു കഴിയുമ്പോൾ ഇത് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ ഇവിടുന്ന് നമുക്ക് അറിയാം ഇതിൻ്റെ സെറ്റിങ്സ് ചെറുതായിട്ട് ഇവിടുന്ന് ചേഞ്ച് ആവുന്നുണ്ട് അല്ലേ. ലേഔട്ട്, സ്റ്റൈല്, അഡ്വാൻസ്ഡ്, ഇങ്ങനെ 3 രീതിയിലേക്ക് എന്താണ് ഇത് ചേഞ്ച് ചെയ്ത് വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ സ്റ്റൈല്, വിഡ്ത്ത്, അതിൻ്റെ ഹൈറ്റ്, അതിൻ്റെ കംപ്ലീറ്റ് നമുക്ക് ചേഞ്ച് ചെയ്യുന്നത് ഈ ഒരു കോളത്തിൻ്റെ ഈ ഒരു ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ, ഈ ഡോട്ടിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ സെറ്റിങ്സ് ആയിരിക്കും നമുക്കിവിടെ വരുന്നത്. പിന്നെ അതിൻ്റെ കളർ, അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട്, അങ്ങനെയുള്ള കംപ്ലീറ്റ് കാര്യങ്ങൾ ഇവിടുന്ന് നമുക്ക് ചേഞ്ച് ചെയ്യാൻ സാധിക്കും. സോ നമുക്ക് അതിന് വേണ്ടിയിട്ടാണ് നമുക്ക് ഈ ഒരു കോളത്തിൻ്റെ സ്റ്റൈല് നമുക്ക് ചേഞ്ച് ചെയ്യാനുണ്ട്. സോ ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്ന ആ ഒരു വെബ്സൈറ്റ് ഏതാണോ ആ വെബ്സൈറ്റിനനുസരിച്ച് നമുക്ക് ഇവിടുന്ന് ഇത് കസ്റ്റമൈസ് ചെയ്തെടുക്കാം. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏജൻസി ആണെങ്കിൽ അതിൻ്റെ നമ്മളൊരു ഇതാണെങ്കിൽ അത് ചെയ്യാം. നമ്മൾ പേഴ്സണൽ ബ്രാൻഡായിട്ട് ചെയ്യണം അത് ചെയ്യാം. ഇനി നമ്മൾ ഏതെങ്കിലും ബേക്കറിക്കാണ് ചെയ്യുമ്പോൾ അത് ചെയ്യാം. ഇനി അതെല്ലാം നമ്മൾ ഏതെങ്കിലും ഒരു ഡ്രസ്സിനെ പറ്റിയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നതെങ്കിൽ ആ ഒരു രീതിയിലേക്ക് നമുക്കിത് കൊണ്ടുവരാം. റിയൽ എസ്റ്റേറ്റ് ആണെങ്കിൽ റിയൽ എസ്റ്റേറ്റിനെ പറ്റി എഴുതാം. പിന്നെ സ്റ്റഡി അബ്രോഡിൻ്റെ ആണെങ്കിൽ വർക്ക് അബ്രോഡിൻ്റെ ആണെങ്കിലും നമുക്കെന്താ ആ രീതിയിലേക്ക് നമുക്കെന്താ ഇവിടുന്ന് ചേഞ്ച് ചെയ്ത് നമ്മുടെ നീഷ് എന്താണോ അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ് എന്താണോ അതിലേക്ക് നമുക്ക് ഇവിടുന്ന് ചേഞ്ച് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും എന്നുള്ളതാണ് നമുക്ക് അടുത്ത് ചെയ്യാൻ പറ്റുന്നത്. സോ അപ്പോൾ നമ്മളൊരു കോളം ഇങ്ങോട്ട് ആഡ് ചെയ്തു. ഞാനിത് വീണ്ടും താഴത്തേക്ക് ക്ലിക്ക് ചെയ്യുന്നു. ഇതിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ എനിക്ക് 2 കോളം എന്താ ഇവിടെ ഒന്ന്, അതുപോലെ തന്നെ ഇപ്പുറയും ഒന്ന്. സോ ഇവിടെ ഒരു കോളം ഞാൻ ആഡ് ചെയ്ത് താഴേക്ക് 2 സ്ട്രക്ചറിൽ 2 കോളം ഉള്ളത് ഞാനും ആഡ് ചെയ്തു. സോ ഇങ്ങനെയാണ് നമ്മൾ സ്ട്രക്ചർ ആഡ് ചെയ്യുന്നത്. ഇനി നമുക്ക് വീണ്ടും അതിൽ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതായത് ഈ ഒരു ഐക്കണിൽ, ഈ ഹാംബർഗർ ഐക്കൺ പോലത്തെ ഒരു ഐക്കണിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് ബേസിക്സ്, ലേഔട്ട്, ഇങ്ങനെയുള്ള ഓപ്ഷൻസ് നമ്മളിന്ന് കാണാൻ പറ്റും. ഇത് നമുക്ക് യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ വെബ്സൈറ്റ് ബിൽഡ് ചെയ്യുന്നത്. സോ ഒരു വെബ്സൈറ്റ് നമുക്ക് എന്താണ് അതിനൊരു ഹെഡിങ് കാണും അല്ലേ. ആ ഹെഡിങ് നമുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഹെഡിങ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, അത് നമുക്ക് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് ഇങ്ങോട്ട് നമ്മൾ വലിച്ചുകൊണ്ടിടാവുന്നതാണ്. സോ ഞാനിപ്പോൾ ഇട്ടിരിക്കുന്ന ആ ഒരു ഹെഡിങ്, അതായത് ഇതിൽ ക്ലിക്ക് ചെയ്തു ബേസിക്സിനകത്ത് ഫസ്റ്റ് ഓപ്ഷൻ ഹെഡിങ് ഞാൻ ഇങ്ങോട്ട് വലിച്ചിട്ടു. സോ ഇവിടെ നമുക്ക് എന്താണ് ഹെഡിങ്ങിന് ഇവിടെ നിന്ന് നമുക്ക് ഇവിടെ നിന്ന് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. സോ ഹെഡിങ് നമുക്ക് ഇവിടെ നിന്ന് ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട് നമ്മൾ അത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് മാസ്റ്റർ കോഴ്സ് എന്ന് ഞാൻ ടൈപ്പ് ചെയ്ത് കൊടുത്തു. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ ടൈപ്പ് ചെയ്തിരിക്കുന്ന ആ ഒരു ടൈറ്റിൽ എന്താണ് ഇവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പം ഈ ടൈറ്റിൽ നമുക്ക് ഇവിടെ വന്നത് നമുക്ക് അറേഞ്ച് ചെയ്യാനുണ്ടെങ്കിൽ തൊട്ട് താഴേക്ക് തിരിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ഇവിടുന്ന് അലൈൻമെൻറ്റ് ചെയ്ത് കൊടുക്കാം. അലൈൻമെൻറ്റ് നമ്മൾ ജസ്റ്റ് ഞാനത് ഒരു സെൻട്രലാക്കി വെച്ചു. സോ HTML ടാഗ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അതായത് നമുക്ക് ഒരു വെബ്സൈറ്റിനുള്ള സ്ട്രക്ചർ ഉണ്ട് അല്ലേ. ഹെഡിങ് 1 കാണണം, ഹെഡിങ് 2, ഹെഡിങ് 3, ഹെഡിങ് 4, ഹെഡർ 4, അങ്ങനെ നമുക്ക് എന്താ ടാഗുകൾ H1, H2, H3 എന്നുള്ള രീതിയിലാണ് നമ്മളത് ചെയ്യുന്നത്. സോ അത് നമുക്ക് സെറ്റപ്പ് ചെയ്ത് കൊടുക്കണം. സോ അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേനും നമുക്കത് ഇത് H1 ആണെങ്കിൽ നമുക്ക് H1 കൊടുക്കാം. അതായത് മെയിൻ ഹെഡിങ് ആയിട്ട് നമുക്കിത് ചെയ്യാൻ പറ്റും. H1 കൊടുത്താലും നമുക്ക് ഇവിടുന്ന് സൈസ് നമുക്ക് വേണമെങ്കിൽ ചേഞ്ച് ചെയ്ത് കൊടുക്കാം. നമുക്ക് അതായത് അത് ഗൂഗിളിൽ നോക്കുമ്പോൾ അത് H1 ടാഗാണ്, അതായത് മെയിൻ ഹെഡിങ് ആണ് വന്നേക്കുന്നത്. പക്ഷേ നമുക്കതിൻ്റെ
സൈസ് H1 കൊടുത്താലും നമുക്ക് ഇവിടുന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതിന് മറ്റ് ഇഷ്യൂസ് ഒന്നുമില്ല. സോ ഞാൻ ഇവിടുന്ന് XL ആക്കി കൊടുത്തു, XXL ആക്കി കൊടുത്തു. അപ്പോൾ ആ ഒരു സൈസാണ് നമുക്ക് ഇവിടെ ഷോ ചെയ്ത് കാണിക്കുന്നത്. സോ ഞാനിത് കൊടുത്തതിന് ശേഷം എന്ത് ചെയ്യും, ഞാനിവിടെ തൊട്ട് താഴേക്ക് ആഡ് ചെയ്തത് 2 കോളം വരുന്നു അല്ലേ. 2 കോളത്തിന് മുമ്പായിട്ട് എനിക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സിനെ പറ്റി ജസ്റ്റ് ഒന്ന് പറയണമെന്നുണ്ടെങ്കിൽ എനിക്ക് വീണ്ടും ഇതിൻ്റെ ഈ ഒരു ഹെഡിങ്ങിൻ്റെയും ഈ ഒരു സെക്ഷൻ്റെ ഇടയ്ക്കായിട്ട് ഞാൻ ഒരു സെക്ഷനോട് ആഡ് ചെയ്ത് കൊടുക്കണം അല്ലേ. അപ്പോൾ ഞാൻ വീണ്ടും പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നതിന് ശേഷം ഞാനിവിടെ ഈ സിംഗിൾ കോളം തന്നെ ഞാൻ സെലക്ട് ചെയ്ത് ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്ന് കഴിയുമ്പോൾ തന്നെ നമുക്ക് ഇവിടുന്ന് ടോപ്പിൽ ഇങ്ങോട്ടേക്ക് നമുക്ക് കുറച്ച് കണ്ടൻറ്റ് എഴുതണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനിവിടുന്ന് യൂസ് ചെയ്യുന്നത് ടെക്സ്റ്റ് എഡിറ്റർ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. നമുക്ക് യൂസ് ചെയ്തുകൊണ്ട് ചെയ്യാവുന്നതാണ്. അതായത് ഹെഡിങ്ങിന് തൊട്ട് താഴെയായിട്ട് നമുക്ക് ഈ ഓപ്ഷൻ ഉണ്ട്. അതിങ്ങനെ ക്ലിക്ക് ചെയ്താൽ നേരെ വരച്ച് അത് നമുക്ക് അങ്ങോട്ട് ഡ്രോപ്പ് ചെയ്യാം. സോ ഇവിടെ നമുക്ക് എന്താണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് മാസ്റ്റർ കോഴ്സ് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഇവിടുന്ന് digital marketing. Hi, welcome to digital marketing mastery course. Okay, in this course we will cover all the topics of digital marketing, and how to use AI tools in digital marketing. Don't waste your time. Don't waste your time. Join now our course. Okay, അപ്പോൾ നമ്മൾ എന്താണ് ഒരു അപ്പോൾ നമ്മളെന്താണ് ഒരു ചെറിയൊരു ഇത് നമ്മളെന്താണ് കൊടുത്തു അല്ലേ, ഒരു ചെറിയൊരു ഡിസ്ക്രിപ്ഷൻ പോലെ ആ വെബ്സൈറ്റിൻ്റെ ഒരു പാരഗ്രാഫ് നമ്മൾ ചെറിയൊരു 2 ലൈനിൽ നമ്മളത് കൊടുത്തു. ഇത് നിങ്ങൾക്ക് കണ്ടന്റ് നന്നായിട്ട് ചെയ്തതിന് ശേഷം ഇതിൻ്റെ പ്ലാഗറീസ് ഒക്കെ ചെക്ക് ചെയ്തതിന് ശേഷം വേണം നമ്മളിത് കൊടുക്കാനായിട്ട്. അതായത് SEO വരുമ്പോൾ തന്നെ നമുക്കത് ഡ്യൂപ്ലിക്കേറ്റ് അല്ലെങ്കിൽ മറ്റ് വെബ്സൈറ്റുകളിൽ നിന്ന് വന്നിരിക്കുന്ന കണ്ടൻസ് ആണെങ്കിൽ അത് നമ്മുടെ SEO ബാധിക്കും. സോ അത് റാങ്കിങ്ങിന് അഫക്റ്റ് ചെയ്യുന്നതുകൊണ്ട് നിങ്ങളത് നോക്കിയിട്ട് വേണം അത് ചൂസ് ചെയ്യാനായിട്ട്. സോ അപ്പോൾ ഇതാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇനി പ്രത്യേക ഒരു കാര്യം, നമുക്ക് ഇവിടെ ലെഫ്റ്റ് സൈഡിൽ നമുക്ക് കുറച്ച് ഓപ്ഷൻസ് കാണാൻ പറ്റും. സെറ്റിങ്സ്, അതുപോലെ തന്നെ നാവിഗേറ്റർ, ഹിസ്റ്ററി, റെസ്പോൺസീവ് മോഡ്, ഇതിൻ്റെ വ്യൂ ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ. സോ നമ്മൾ ഈ വ്യൂവിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്കത് വ്യൂ കാണാനായിട്ടുള്ള, അതായത് നമുക്ക് വ്യൂ ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ നമുക്ക് ഇവിടെ നിന്ന് വരും. അതായത് ന്യൂ ടാബിൽ നമുക്കതുണ്ടോ ഇങ്ങനെയായിരിക്കും വരുന്നത്. ഡെസ്ക്ടോപ്പിൽ വരുന്ന ആ ഒരു വ്യൂ ആണിത്. നമുക്കിത് ഒരു കാര്യം നമുക്ക് റെസ്പോൺസീവ് നോക്കണം. നമുക്ക് ഇത് മൊബൈലിൽ കാണുന്നുണ്ടെങ്കിൽ റെസ്പോൺസീവ് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ നമുക്ക് ഡെസ്ക്ടോപ്പ്, അതുപോലെ തന്നെ ടാബ്, പിന്നെ വരുന്നത് മൊബൈൽ ഫോൺസ്, ഇങ്ങനെ 3 ഓപ്ഷൻസ് നമുക്ക് കാണാൻ പറ്റും. അതിൽ മൊബൈൽ ഫോണിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇതായിരിക്കും മൊബൈൽ ഫോണിൽ ഈ പേജ് നമുക്ക് ഷോക്കേസ് ചെയ്ത് കാണിക്കുന്നത്. ഓക്കെ, ഇതായിരിക്കും മൊബൈൽ ഫോണിൽ വരുന്ന ആ ഒരു ഏതെങ്കിലും ഒരു യൂസർ മൊബൈലിൽ ഏതെങ്കിലും എന്നല്ല, ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാവരും തന്നെ ഡെസ്ക്ടോപ്പ് വഴി വളരെ കുറവാണ്. എല്ലാവരും മൊബൈൽ ഫോണിലാണ് അപ്ലൈ ചെയ്യുന്നതും വെബ്സൈറ്റിൽ കയറുന്നതും നിങ്ങളുടെ ആ ഒരു ബിസിനസ്സിലേക്ക് എൻക്വയറീസ്, ലീഡ്സ് ഒക്കെ വരുന്നത് വെബ്സൈറ്റിലെ മൊബൈൽ ത്രൂ ആണ് വരുന്നത്.
സോ നമ്മൾ മാക്സിമം മൊബൈൽ വളരെയധികം കോൺസെൻട്രേറ്റ് ചെയ്ത് വേണം, അല്ലെങ്കിൽ ഫോക്കസ് ചെയ്ത് വേണം ചെയ്യാനായിട്ട്. സോ ഇപ്പോൾ ഞാനിവിടെ നിങ്ങൾക്ക് മൊബൈൽ കാണാൻ പറ്റും, ഡെസ്ക്ടോപ്പ്, ടാബ് എല്ലാം നോക്കണം. സോ ഇപ്പം മൊബൈൽ നോക്കുക. മൊബൈൽ നോക്കിയതിന് ശേഷം നമുക്ക് ഇവിടുന്ന്, അതായത് ഞാനിപ്പം ഇവിടുത്തെ ടോപ്പിൽ ചെയ്തിരിക്കുന്ന ഒരു സെൻറ്റർ പൊസിഷനാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഇതിൻ്റെ സെൻട്രൽ പൊസിഷന് എനിക്ക് ഈ ഒരു രണ്ടാമത്തെ ആ ഒരു ചെറിയ പാരഗ്രാഫും എനിക്ക് സെൻട്രൽ പൊസിഷനിൽ തന്നെ എനിക്ക് അറേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതായിരിക്കും കുറച്ചുകൂടെ നല്ലതെന്ന് എനിക്ക് തോന്നുന്നുണ്ടെങ്കിൽ എനിക്കത് അറേഞ്ച് ചെയ്ത് കൊടുക്കാം. അതായത് ഞാൻ ഇതിൽ ക്ലിക്ക് ചെയ്യുന്നു. ക്ലിക്ക് ചെയ്തതിന് ശേഷം എനിക്ക് സ്റ്റൈൽ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. സ്റ്റൈൽ ക്ലിക്ക് ചെയ്യുക. സ്റ്റൈൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേന് സെൻറ്റർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. നമുക്ക് അതെന്താണ് ഈ ഒരു രീതിയിലേക്ക് എന്താണ് അത് നമുക്ക് കാണിച്ചു തരും. അതായത് എല്ലാവരും സെൻട്രൽ പൊസിഷനെ അലൈൻ ചെയ്തിട്ടിരിക്കുന്നു എന്നതാണ് ഇതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സോ അതേസമയം നമ്മൾ ഡെസ്ക്ടോപ്പ് നോക്കാൻ നേരത്ത് അത് നമുക്ക് ഇങ്ങനെയായിരിക്കും വരുന്നത്. ഓക്കെ, അപ്പം ഇത് നമുക്ക് എന്താണ് സെൻട്രലിലേക്ക് ജസ്റ്റ് ചേഞ്ച് ചെയ്ത് വെക്കാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നമുക്ക് ഇത് സെറ്റപ്പ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഓക്കെ, ഇനി നമ്മുടെ വെബ്സൈറ്റിന് ഒരു തീം കളർ കാണും അല്ലേ? നമുക്ക് തീം കളർ ചൂസ് ചെയ്യണം. അപ്പോൾ തീം കളർ ചൂസ് ചെയ്യുമ്പോഴത്തേന് നമുക്ക് ഒരു എന്താണ്, ഫോർ എക്സാമ്പിൾ നമുക്കിപ്പം ബ്ലൂ ആണെങ്കിൽ ബ്ലൂ ചെയ്യാം, അല്ലെങ്കിൽ ബ്രാൻഡ് കളർ യെല്ലോ ആണെങ്കിൽ യെല്ലോ. അപ്പോൾ നിങ്ങൾ ആ ഒരു ബ്രാൻഡ് കളർ അല്ലെങ്കിൽ ക്ലയൻറ്റ് ബിസിനസ്സിൻ്റെ ബ്രാൻഡ് കളർ ഏതാണോ ബ്രാൻഡ് അതനുസരിച്ച് വേണം നമ്മളൊന്ന് ചൂസ് ചെയ്ത് നമ്മൾ ആ ഒരു വെബ്സൈറ്റ് ബിൽഡ് ചെയ്യാനായിട്ട്. സോ ഇവിടെ ഞാൻ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഞാൻ ഈ ഒരു ലെറ്ററിൻ്റെ കളർ എനിക്ക് ചേഞ്ച് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഈ വെബ്സൈറ്റിൻ്റെ ഒരു കളർ കാണും അല്ലേ? അതായത് ഇതിന് ഹെഡറിന് കളർ, അതുപോലെ ഞാൻ പറഞ്ഞു ഇതിന് നമുക്ക് എന്താ ഫുഡറിനും കളറുകൾ കാണും. സോ അതൊക്കെ നമ്മളൊന്നും ചേഞ്ച് ചെയ്തിട്ടില്ല, അതൊക്കെ നമ്മൾ ചേഞ്ച് ചെയ്ത് കൊടുക്കണം. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് ഒരു ബ്ലൂ കളറിൽ തന്നെയാണ് ചെയ്യുന്നതെങ്കിൽ ഞാൻ ഇതിൻ്റെ ഫോണ്ടുകൾ എനിക്ക് വേണ്ടത് വേറൊരു ഫോണ്ടാണ്. അതായത് ഈ ഒരു ഫോണ്ടിലല്ല ഞാൻ ചെയ്യുന്നതെങ്കിൽ എനിക്ക് ആ ഫോണ്ട് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. സോ ഞാനത് വീണ്ടും അപ്പോൾ നമ്മൾ 2 സെക്ഷൻ ഇട്ടു. ടോപ്പിൽ ഹെഡ്ലൈൻ ഇട്ടു, തൊട്ട് താഴെ നമ്മളൊരു ഡിസ്ക്രിപ്ഷൻ നമ്മളിവിടെ ആഡ് ചെയ്തു. സോ വീണ്ടും വില ചെല്ലുക. ഞാൻ ഇവിടുന്ന് ചെയ്തിട്ട് ഞാനിതിൻ്റെ ആ ഒരു ഫോണ്ടിൻ്റെ സ്റ്റൈൽ എനിക്ക് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്റ്റൈലിൽ വരണം. സ്റ്റൈലിൽ വന്നു കഴിയുമ്പോഴത്തേന് നമുക്ക് ഇവിടുന്ന് ടെസ്റ്റിൻ്റെ കളർ ചേഞ്ച് ചെയ്യാം. ടെസ്റ്റിന് വേറെ ഒന്നുമില്ലാതെ ബ്ലാക്ക് അല്ലാതെ എന്തെങ്കിലും കളർ കൊടുക്കാനാണെങ്കിൽ അത് കൊടുക്കാം. ടൈപ്പോഗ്രഫി എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ നമുക്ക് എന്ത് ഫോണ്ടാണോ വേണ്ടത് അവിടെ നിന്ന് നമുക്കൊന്ന് ചൂസ് ചെയ്ത് കൊടുക്കുന്നതാണ്. ഫോർ എക്സാമ്പിൾ ഇവിടെ നമുക്ക് ധാരാളം ഉണ്ട്. അതിനകത്ത് ഗൂഗിൾ എന്ന് പറഞ്ഞാണ് ഇപ്പോൾ കിടക്കുന്നത്. സോ ഞാൻ ഇവിടെ നിന്ന് ചേഞ്ച് ചെയ്ത് വേറൊരെണ്ണം മറ്റൊരു ഫോണ്ട് ഞാൻ ഇവിടെ നിന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പോകുന്നു. ഞാനിവിടെ കൊടുക്കുന്ന ഒരു ഇമേജ് ഞാനിവിടെ നിന്നൊരു ബാലു എന്ന് പറയുന്ന ഒരു ഫോണ്ട് ഞാനിവിടെ നിന്ന് ചൂസ് ചെയ്ത് കൊടുത്തു. സോ ഇതാണ് നമ്മുടെ ഫോണ്ട് എന്ന് പറയുന്നത്. സോ ഇത് ഞാൻ ഫോണ്ട് കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് ഇതിൻ്റെ കളർ ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഞാൻ ബ്ലാക്ക് നമുക്ക് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്കിവിടുന്ന് കളറിന് ഒരു കോഡ് കാണും, കളർ കോഡ്. ആ കോഡ് നമുക്ക് ഇവിടുന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ കോപ്പി ചെയ്ത് നിങ്ങളുടെ ഒരു കളർ കോഡ് ഇവിടെ കൊടുത്തു കഴിയുമ്പോൾ നിങ്ങൾക്ക് ആ കളർ ഇവിടുന്ന് ചൂസ് ചെയ്ത് നിങ്ങൾക്ക് അങ്ങനെ വേണമെന്നെങ്കിൽ ചൂസ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ഡയറക്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് എന്താണ് ഈ ബ്ലാക്ക് മാറി വേറെ കളർ വരും. സോ അങ്ങനെ ചെയ്യാം. ഇനി അത് വീണ്ടും ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേനും നമുക്ക് ടെസ്റ്റിൻ്റെ സ്ട്രോക്കിൻ്റെ ഒരു ഓപ്ഷൻ ഉണ്ട്. ആ ഒരു സ്ട്രോക്ക് നമുക്ക് ഇവിടുന്ന് അത് കൊടുക്കാനായിട്ട് പറ്റും. അതുകൊണ്ട് ഇത് ക്ലിക്ക് ചെയ്യുന്നിടത്ത് അതിൻ്റെ ആ ഒരു വിത്തിൽ ബ്ലാക്ക് കൂടും. അതുപോലെ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ കളർ ജസ്റ്റ് ചേഞ്ച് ചെയ്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ
നിങ്ങൾക്ക് ഇവിടുന്ന് ഞാനൊരു ബ്ലൂ കൊടുത്തുകൊണ്ട് ബ്ലൂ കൊടുത്തുമ്പോൾ അതിൻ്റെ ഒരു ചെറിയ ചേഞ്ചസ് നിങ്ങൾക്ക് അവിടുന്ന് വരുന്നത് കാണാൻ പറ്റും. അതിൻ്റെ ആ ലെറ്ററിൻ്റെ സൈഡ് അവിടെ നിങ്ങൾക്ക് ചേഞ്ചസ് വരുന്നത് കാണാൻ പറ്റും. വീണ്ടും നമുക്ക് ടെക്സ്റ്റിൻ്റെ ഷാഡോസ് ചെയ്യാം. അതുപോലെ ബ്ലെൻഡ് മോഡ് അത് നമുക്കെന്താ ഏതെങ്കിലും ഒരു മോഡിലേക്ക് നമുക്കതെന്താ സെറ്റപ്പ് ചെയ്യാനായിട്ട് പറ്റും എന്നുള്ളതാണ്. സോ ഞാനിവിടെ നിന്ന് നോർമൽ മോഡ് തന്നെ കൊടുക്കുന്നു. സോ ഇങ്ങനെയാണ് നമ്മൾ സെറ്റപ്പ് ചെയ്തത്, ഹെഡ്ലൈൻ സെറ്റപ്പ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമുക്കിത് ഒന്ന് സേവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം സേവ് ഡ്രാഫ്റ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. സേവ് ഡ്രാഫ്റ്റിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇത് നമുക്ക് അവിടെ ഡ്രാഫ്റ്റിലേക്ക് പബ്ലിഷ് ആയിട്ടില്ല ഇതുവരെയും വെബ്സൈറ്റ്, നമുക്ക് ഡ്രാഫ്റ്റിലേക്ക് വരും. സോ ഇത് നമുക്കിനി ഇതിൻ്റെ ഇത് നമുക്ക് നോക്കാവുന്നതാണ്. ഓക്കെ, ഇങ്ങനെ നമ്മളപ്പോൾ ഹെഡ്ലൈൻ കൊടുത്തു, അതുപോലെ തന്നെ നമ്മൾ അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ കൊടുത്തു. സോ ഇനി നമുക്ക് വീണ്ടും വന്നു കഴിഞ്ഞ ശേഷം നമ്മളെന്താണ് വീണ്ടും ഡെസ്ക്ടോപ്പിൽ ക്ലിക്ക് ചെയ്യുന്നു. ക്ലിക്ക് ചെയ്തതിന് ശേഷം ഓക്കെ, അപ്പോൾ നമുക്കിനി അടുത്ത ഇതിൽ ആഡ് ചെയ്യാം. അപ്പോൾ നമ്മളൊരു ഹെഡിങ്ങും ഡിസ്ക്രിപ്ഷനാണ് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിനൊരു എന്തെങ്കിലും ഒരു സ്റ്റൈൽ കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും അഡ്വാൻസ്ഡ് ക്ലിക്ക് ചെയ്യുക. അഡ്വാൻസ്ഡ് ക്ലിക്ക് ചെയ്ത് താഴേക്ക് ഡ്രാഗ് ചെയ്ത് കഴിയുമ്പോഴത്തേനും നിങ്ങളുടെ മോഷൻ എഫക്ട്സ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അത് നിങ്ങൾക്ക് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്നും ഡീഫോൾട്ട് ക്ലിക്ക് ചെയ്ത്, അതായത് മോഷൻ എഫക്ട്സിൽ ക്ലിക്ക് ചെയ്യുക. എഫക്ട്സിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഫേഡ് ഇൻ എന്ന് പറയുന്നത് കൊടുക്കുകയാണെങ്കിൽ അത് ആരെങ്കിലും വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ ഫെയ്ഡായിട്ട് ആ ഒരു ടൈറ്റിൽ ഷോ ചെയ്ത് കാണിക്കുന്നുള്ളതാണ്. ഷോ അതുപോലെ ഡൗൺ കാണിക്കും. അതിപ്പോൾ ഏത് സ്റ്റൈലാണ് വേണ്ടത് അത് നമുക്കിവിടുന്ന് സെറ്റപ്പ് ചെയ്ത് കൊടുക്കുന്നതാണ്. സോ ഞാനിവിടുന്ന് ജസ്റ്റ് ഫെയ്ഡ് ഇൻ കൊടുക്കുകയാണെങ്കിൽ അത് ഓപ്പൺ ചെയ്യുന്നത് അതിങ്ങനെ ഷോ ചെയ്ത് കാണിച്ചു തരും. സോ അതിനുശേഷം ഞാനിത് ജസ്റ്റ് ഡ്രാഫ്റ്റിലേക്ക് അത് സേവ് ചെയ്ത് വെക്കുന്നു. സോ അപ്പോൾ നമ്മൾ ഹെഡിങ്ങും അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനും ഇപ്പോൾ ഇവിടെ ആഡ് ചെയ്ത് കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് ഈ വെബ്സൈറ്റിൻ്റെ ബാക്കിൽ കുറച്ച് കളറുണ്ടല്ലേ, ഇതിൻ്റെ ബാക്ക് എൻഡിലെ കളറുകളൊന്നും, അതായത് ഒരു വൈറ്റിലാണ് ഇപ്പോൾ ഇവിടെ കിടക്കുന്നത്. സോ ഇതൊക്കെ നമുക്ക് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചേഞ്ച് ചെയ്ത് കൊടുക്കുന്നത് കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കണം. അത് എലമെൻ്റ് അല്ല, നമ്മൾ അപ്പിയറൻസിൽ കസ്റ്റമൈസ്, അതായത് ഡാഷ്ബോർഡിൽ അപ്പിയറൻസ് കസ്റ്റമൈസ് ഉണ്ട്, അത് അവിടെ വേണം ചെയ്ത് കൊടുക്കാനായിട്ട്. സോ അതൊക്കെ നമുക്ക് നെക്സ്റ്റ് ചെയ്യാം. നമുക്ക് ആദ്യം കണ്ടൻസുകൾ ഒന്ന് പ്രോപ്പറായിട്ടൊന്ന് അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കാം. സോ എനിക്ക് ഇനി കൊടുക്കേണ്ടത് ഇവിടെ 2 ഇമേജസ് ആണ് വരേണ്ടത്, അതായത് ഇവിടെയും 2 ഇമേജസ് ആണ് എനിക്ക് ആഡ് ചെയ്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ എനിക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി അതല്ല കണ്ടൻസ്, ഇവിടെ ഒരു കണ്ടൻറ്റ് അതുപോലെ തന്നെ ഇവിടെ ഒരു ഇമേജുമാണ് കൊടുക്കേണ്ടതെങ്കിൽ അങ്ങനെയും കൊടുക്കാവുന്നതാണ്. സോ ഞാനിവിടെ ഉദ്ദേശിക്കുന്നത്, ഞാനിവിടെ ഈ കോഴ്സിൽ എന്തൊക്കെ ടോപ്പിക്സ് ആണ് കവർ ചെയ്യുന്നതെന്നുള്ളത് ഞാനിവിടെ കൊടുക്കുന്നു, ഒരു കോളത്തിൽ കൊടുക്കുന്നു. അതായത് ഒരു കോളത്തിൽ ടെസ്റ്റ് ആയിട്ട് കൊടുക്കുമ്പോൾ ഞാനിവിടെ ആ ഒരു കോഴ്സിനെ പറ്റിയുള്ള ഒരു ഇമേജാണ് ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. സോ അതെങ്ങനെ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. സോ അത് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ നോക്കാം. സോ ഇങ്ങനെയാണ് നമ്മൾ ഹെഡിങ്ങും ഡിസ്ക്രിപ്ഷനും ആഡ് ചെയ്ത് കൊടുക്കുന്നത്.